സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെത്തിയിരിക്കുകയാണ് UDF സ്ഥാനാർത്ഥികൾ. പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ ഇന്നലെയാണ് പ്രഖ്യാപിച്ചത്. പക്ഷേ ഇന്ന് തന്നെ വലിയ റോഡ് ഷോ അടക്കമുള്ളവ ക്രമീകരിച്ചാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് മുന്നേറുന്നത്. ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ആയിരിക്കും. കാത്തിരുന്ന സ്ഥാനാർത്ഥിയാണ്, കാത്തിരിക്കുന്ന വിജയമാണ്. ഈ കൊയിലാണ്ടി കേരളത്തിൽ ആഗ്രഹിക്കുന്ന മാറ്റത്തിന് കരുത്തു പകർന്ന് UDFനൊപ്പം നിൽക്കും. ഈ സ്ഥാനാർത്ഥി ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കുന്നത് UDF പ്രവർത്തകർ മാത്രമല്ല, ഇവിടുത്തെ ജനങ്ങളുടെ കൂടെ ആഗ്രഹമായിരുന്നു. അതാണ് ഇവിടെ നിറവേറിയിട്ടുള്ളത്. ഒരു സംശയവും വേണ്ട. UDF കേരളം തിരിച്ചുപിടിക്കുമ്പോൾ അതിലെണ്ണാൻ കൊയിലാണ്ടി ഉണ്ടാകും. അഡ്വക്കേറ്റ് കെ പ്രവീൺ കുമാർ നമ്മുടെ MLA ആകും. ഏറ്റവും അവസാനം കോൺഗ്രസിന് MLA ഉണ്ടായിരുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. 25 വർഷം മുമ്പ് അഡ്വക്കേറ്റ് P ശങ്കരനായിരുന്നു കൊയിലാണ്ടിയിൽ നിന്നും ജയിച്ചത്. അതിനുശേഷം 4 നൂറ്റാണ്ടിന്റെ കടം ഞങ്ങൾ നികത്തും, അത് വീട്ടും, ജനങ്ങൾ വീട്ടും. അവരാണല്ലോ കരുത്ത്. ജനങ്ങളുടെ ആഗ്രഹം ആ കടം വീട്ടണമെന്ന. ഇത്തവണ കോഴിക്കോട് നിന്ന് ചരിത്ര വിജയം UDFനുണ്ടാവും, കോൺഗ്രസിനുണ്ടാവും. താങ്കളൊരു KPCC വർക്കിംഗ് പ്രസിഡന്റ് എന്ന രീതിയിലും ഏറ്റവും തലവേദന കുറഞ്ഞ ജില്ലയിൽ ഒന്നാണ് കോഴിക്കോട് അല്ലേ? സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം ഒരു അലോസരവും ഉണ്ടായില്ല, സ്ഥാനമോഹികളുണ്ടായില്ല. അങ്ങനെയാണെങ്കിൽ KPCCക്ക് ഒരു വലിയ സന്തോഷം തരുന്ന ജില്ലയല്ലേ കോഴിക്കോട്? യോഗ്യരായ ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളും അവരെ പോലെ തന്നെ യോഗ്യരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പാർട്ടിയുടെ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത സ്ഥാനാർത്ഥികൾക്കൊപ്പം, ഏറ്റവും യോഗ്യരായി തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥികൾക്കൊപ്പം അവരുമുണ്ട്, ജനങ്ങളുമുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ഐക്യവും അന്തരീക്ഷവും നിലനിർത്തുന്നതിന് UDFന്റെ നേതൃത്വത്തോട്, പ്രവർത്തകരോട്, അതിന് ഞങ്ങൾക്ക് കരുത്തു പകരുന്ന ജനങ്ങളോടും നന്ദി അറിയിക്കുന്നു. ജനങ്ങൾക്കൊപ്പം നിന്ന് തന്നെ കഠിനാധ്വാനം ചെയ്ത് നല്ല റിസൾട്ട് ഉണ്ടാക്കും. അല്ല, കോഴിക്കോടല്ലേ അതിൽ ഏറ്റവും കൃത്യമായ ഒരു സ്ഥാനാർത്ഥി നിർണയവും ഒരു അലോസരവും ഇതുവരെ ഇവിടെ ഉണ്ടായില്ല. കോഴിക്കോട്ട് അതിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ മാത്രമായിരിക്കില്ല, UDFനെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിലും മുഖ്യമായ സ്ഥാനം കോഴിക്കോടിനുണ്ടായിരിക്കും. എഴുതി വെച്ചോളൂ. ഈ ബാക്കി സീറ്റുകളിലെ ചർച്ചകളൊക്കെ അവസാന ഘട്ടത്തിൽ അത് ഇന്നിപ്പോ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിൽ. ഇന്ന് അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ അന്തിമ തീരുമാനത്തിലേക്ക് എത്തും. കെ സുധാകരന്റെ കാര്യത്തിൽ ചർച്ചകൾ പാർട്ടി തീരുമാനം എടുക്കും. MP-മാർ മത്സരരംഗത്ത് ഉണ്ടാകുമോ ആരെങ്കിലും? അല്ല, അങ്ങനെ അതിന്റെ അന്തിമ തീരുമാനം പാർട്ടി പ്രഖ്യാപിക്കും. CC-ലേക്കൊക്കെ അത്തരം കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരുമല്ലോ. കോൺഗ്രസ് പ്രസിഡന്റും നേതാക്കന്മാരും അന്തിമ തീരുമാനം എടുക്കും. ആ തീരുമാനം എന്താണോ അതിനോടുകൂടെ പാർട്ടി പ്രവർത്തകരും ജനങ്ങളും ഉണ്ടാവും. താങ്കൾക്ക് ഒരിക്കലും അങ്ങനെ ഒരു സന്നദ്ധത ഉണ്ടായിരുന്നില്ലല്ലേ? പാർലമെന്റിലേക്ക് നിന്ന് ഇനി അസംബ്ലിയിലേക്ക് പോകണമെന്നൊരു ചിന്ത? അതൊന്നും നമ്മൾ ഇൻഡിവിജ്വലി എടുക്കുന്ന തീരുമാനങ്ങളല്ലല്ലോ. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാർട്ടിയുടെ തീരുമാനങ്ങളാണ്. ഇവിടെ വന്ന് മത്സരിപ്പിക്കാനും പാർട്ടിയല്ലേ തീരുമാനിച്ചത്. ഇവിടെ വന്ന് മത്സരിച്ചു, ജയിച്ചു. പിന്നെ ഇവിടുത്തെ ഉത്തരവാദിത്വം കുറച്ച് നിറവേറ്റാനുണ്ടല്ലോ. ആ കാര്യങ്ങളിലേക്ക് കടക്കുന്നു. ഒപ്പം ഒരു കാര്യം, ഇപ്പോ ഞാൻ മത്സരിക്കാന്നുള്ളതല്ല, ഈ മത്സരിക്കുന്നവരുടെ ജയത്തിന് വേണ്ടി അവരൊപ്പം പോരാടുക എന്നുള്ളതാണ്. ആ ഉത്തരവാദിത്വം നിറവേറ്റും. താങ്കളുടെ വീട് അല്ലെങ്കിൽ ആദ്യ പരിഗണന ഉണ്ടായിരുന്ന സ്ഥലം പാലക്കാടാണ്. ഒരു സമയത്ത് പാലക്കാട് സ്ഥാനാർത്ഥിയുടെ വിജയ സാധ്യതകൾ എങ്ങനെയാണ്? പാലക്കാട് പരിഗണനയിൽ അങ്ങനെ രണ്ടാമതും ഒന്നാമെന്നുള്ള കമ്പാരിസൺ ഒന്നുമില്ല. പാലക്കാട് ജനിച്ച മണ്ണാണ്. തീർച്ചയായിട്ടും പാലക്കാട്ട് UDFന്റെ ജയവും അനിവാര്യമാണ്. പിഷാരടി നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ജീവിച്ചിരുന്ന മുനിസിപ്പാലിറ്റിയിലോ സംസ്ഥാനത്തോ രാജ്യത്തോ കോൺഗ്രസിന് ഭരണമില്ലാത്ത കാലത്ത് കോൺഗ്രസ് നിലനിൽക്കണമെന്ന് പറഞ്ഞ് ഈ ആശയത്തോടൊപ്പം നടക്കാൻ തീരുമാനിച്ച ഒരാളാണ്. പാലക്കാട് അദ്ദേഹത്തിന്റെ ജനിച്ച മണ്ണാണ്. അവിടെ ജനിച്ച മണ്ണിൽ ജനവിധി നേടാനാണ് പിഷാരടി കടന്നു വരുന്നത്. അദ്ദേഹത്തെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ആ കലാമേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് അർദ്ധവിരാമം ഇട്ടുകൊണ്ട് ഇനി പാലക്കാട്ടെ ജനങ്ങളുമായിരിക്കും എന്റെ പ്രയോറിറ്റി എന്നുള്ളത് അനൗൺസ് ചെയ്തു കഴിഞ്ഞു. ആ പാലക്കാട്ടെ ജനങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള, അവർക്ക് വേണ്ടി സംസാരിക്കാൻ കഴിയാവുന്ന, ഇടപെടലുകൾ നടത്താൻ കഴിയാവുന്ന ഒരു ജനപ്രതിനിധിയായി മാറാൻ പിഷാരടിക്ക് കഴിയും. തീർച്ചയായിട്ടും അദ്ദേഹത്തെ പാലക്കാട്ടെ ജനത നല്ല ഭൂരിപക്ഷത്തോടെ ജയിപ്പിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. താങ്കളുടെ നോമിനി എന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല അല്ലെ? പാർട്ടിയുടെ നോമിനി തന്നെയാണ്. ഞാനും പാർട്ടിക്കാരനല്ലേ? കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെയും അവിടുത്തെ UDFന്റെയും അവിടുത്തെ എല്ലാവരുടെയും നോമിനിയാണ് പിഷാരടി. അതിനങ്ങനെ വ്യക്തിഗതമായ കമ്പാർട്ട്മെന്റുകളില്ല. എല്ലാവരും ആഗ്രഹിച്ച സ്ഥാനാർത്ഥിത്വമാണ് അദ്ദേഹത്തിന്റെ. എന്തായാലും അദ്ദേഹം വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ പറയുന്നു. MP എന്ന തരത്തിൽ നിന്നും MLA ആവാനുള്ള ഒരു നീക്കവും താൻ നടത്തിയില്ല. പാർട്ടിയാണ് അക്കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടിയിരുന്നത്. കോഴിക്കോട് ജില്ലയിൽ എല്ലാ സീറ്റുകളിലും ഇത്തവണ കോൺഗ്രസ് വെന്നിക്കൊടി പാറിക്കും, അല്ലെങ്കിൽ UDF വിജയിക്കുമെന്ന് പറയുന്നു. ഒപ്പം രമേശ് പിഷാരടിക്ക് പാലക്കാട്ടിൽ അഭിമാനകരമായ വിജയം ഉണ്ടാവുമെന്നും ഷാഫി പറമ്പിൽ MP പറയുന്നു.